ഞാൻ ആ വളം ഉണ്ടാക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ലൈവായിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു ചില്ലിക്കാശ് മുടക്കില്ലാതെ ഞാൻ എപ്പോഴും പറയലുണ്ട്. ഇതാണ് ആ വളം, ഞാൻ ഉണ്ടാക്കിയ വളം. ഇത് ഞാൻ അടച്ചു വെച്ചതാണ്. തണൽ സ്ഥലത്ത് വെക്കണം. കണ്ടോ ഇതിൻ്റെ ഇതാ ചാണകവെള്ളം തന്നെ, ചാണകവെള്ളം പുളിപ്പിച്ച. എൻ്റെ പൂച്ചെടി ഉണ്ടാക്കലും എൻ്റെ പച്ചക്കറി ഉണ്ടാക്കലും ഒന്നും ഞാൻ പൈസ കൊടുത്ത് വളം വാങ്ങിയിട്ടല്ല കേട്ടോ. നിസ്സാര വസ്തുക്കളെ കൊണ്ട് ഞാൻ നല്ല അടിപൊളി വളം ഉണ്ടാക്കും. അത് ലിക്വിഡ് വളം എന്നാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഈ ലിക്വിഡ് വളം നമ്മൾ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ അത് നല്ല, കണ്ടില്ലേ പൂട്ടത്, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ, നമ്മൾ പോട്ടിലാണെങ്കിൽ കണ്ടമാനം ഒഴിക്കരുത്, ഒലിച്ചങ്ങ് പൊയ്ക്കളി, കുറച്ച് ഒഴിക്കുക. ഒഴിക്കുന്ന എപ്പം വൈകുന്നേരങ്ങളിലാണ് നല്ലത് കേട്ടോ. ഈ വളം എന്താണെന്നും എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കാനാവും. ഇതുണ്ടാക്കുമ്പം തന്നെ നല്ല വൃത്തിയും കാര്യം എല്ലാം ഉണ്ടാവും, വീടും പരിസരവും ഒക്കെ. അപ്പം വരി നമുക്ക് ഈ വളം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതെല്ലാം ഒഴിച്ചിട്ട് അതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവുന്നത് എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് എങ്ങനെ നന്നായിട്ട് കൃഷി ഉണ്ടാക്കാൻ കഴിയുന്നതാ. ഇതെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും ആ വളം ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വരി നമുക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ ചെയ്യും പോലെ ചെയ്യുന്നവരാ, അതുകൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതെല്ലാം അങ്ങനെ ഉണ്ടാക്കുന്ന വളം. പൂക്കൾ ഉണ്ടായി കണ്ടോ. ഇനി ഞാൻ പച്ചക്കറി കാണിച്ചു തരാം. ദ്രാവക രൂപത്തിലുള്ള വളം ആയതുകൊണ്ട് എൻ്റെ ചീരയൊക്കെ നോക്കി, ചീരക്ക് ബെസ്റ്റാ. എന്തെന്നാലും ഉഷാറിലുണ്ടാവുമെന്നറിയോ. എന്താ പച്ചച്ചീര, ചുവന്ന ചീര, എൻ്റെ തക്കാളി, നിത്യവഴുതനൊക്കെ കണ്ടോ. ഇല നോക്ക് പച്ച നിറായത്. പിന്നെ കണ്ടോ ഇത് കണ്ടോ, മീൻകൊട്ടയിൽ ഉണ്ടാക്കിയ ചുറ്റും പച്ചച്ചീര, നടുക്ക് ചുവന്ന ചീര. ഈ ലിക്വിഡ്, ഈ ദ്രാവക വളം ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ എമ്മാതിരി ഉഷാറിലുണ്ടാവും എന്നറിയോ. അപ്പം അതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് പൈസ കൊടുക്കണ്ട, വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കണ്ട. കണ്ടോ തക്കാളിൻ്റെ ഒക്കെ ഇല നോക്ക് ഉഷാർ. അതും ഈ എങ്ങനത്തെ വേനൽ എന്നാ പറയേണ്ടത്, വാടി തളർന്നു പോകുക നമ്മൾ. അതുപോലെ തന്നെ ചെടികളും, ആ ചെടികൾ ഈ സമയത്താണ് എൻ്റെ ചെടികൾ നോക്കി, എൻ്റെ ചെടികൾ ഉണ്ടായത്. ഇവിടെയൊക്കെ തക്കാളി ഇങ്ങനെ ഉണ്ടായി വരുന്നു. ഇവർ പ്രായം കുറഞ്ഞവരാ, അധികം പ്രായമുള്ളവരൊന്നും അല്ല. അതുകൊണ്ട് ഇപ്പോൾ പൂക്കാനും കായ്ക്കാനും ആവുന്നേ ഉള്ളൂ. അപ്പം ഞാനിനി അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എൻ്റെ ചെടികളും എൻ്റെ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് നന്നായതൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നല്ലോ. ആ വളം എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം, ലൈവായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാമല്ലോ. എന്താ കണ്ടോ, എൻ്റെ പിന്നെ സ്ഥലം കുറവായത് കൊണ്ട് മുറ്റത്ത് വെർട്ടിക്കലായിട്ട് നല്ലോ നട്ടുണ്ടാക്കും ഞാൻ. എനിക്ക് സ്ഥലം കുറവാണ്. എൻ്റെ കാബേജ് നോക്കി, എൻ്റെ കാബേജ് വെർട്ടിക്കലായിട്ട് നട്ടിട്ട്. പച്ചമുളക് കണ്ടോ, പച്ചമുളക് കാന്താരി എന്നാ പറയുക, കാന്താരി ചുവന്നത് എല്ലാം. ഇനി ഇത്രയാ ഉണ്ടായത് നോക്ക്. നിലം മുട്ടിക്കിട്ടോ. ഇതാ നോക്ക്, ഇതൊക്കെ ഉണ്ടായതാ. എന്താ നിറയെ പൂക്കളും. ഇപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വളം നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിനൊരു ചില്ലിക്കാശ് മുടക്കില്ല. നമ്മൾ മനസ്സ് വെക്കണം. പിന്നെ ഇത്തിരി സ്മെല്ലൊക്കെ ഉണ്ടാവും. അതിനുള്ള പരിഹാര മാർഗമൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ കാബേജ് എന്നെ എപ്പം കാബേജ് തിന്ന് മടുത്ത് അത്രക്കുണ്ടാക്കിയിട്ട്. ഇതൊക്കെ കാബേജാ. എന്നാൽ വരി നമുക്ക് തുടങ്ങാലോ. ഇതാണ് ആ വളം, ഞാൻ ഉണ്ടാക്കിയ വളം. ഇത് ഞാൻ അടച്ചു വെച്ചതാണ്. തണൽ സ്ഥലത്ത് വെക്കണം. കണ്ടോ ഇതിൻ്റെ ഇതാ ചാണകവെള്ളം തന്നെ, ചാണകവെള്ളം പുളിപ്പിച്ച. അതുപോലെ തന്നെ ഭയങ്കര സ്മെല്ലാ. കണ്ടോ പച്ചിപ്പ് കണ്ടോ, അടിയിൽ നിറയെ ഈ ചണ്ടിയൊക്കെ അല്ലേ. ഈ ചണ്ടിയെല്ലാം ഊറ്റിയിട്ട് നമുക്ക് ചെടിനെ മറ്റിട്ട് കൊടുക്കുക. ഇതെല്ലാം നമുക്ക് വളമാക്കി കൊടുക്കാം. നൈട്രജൻ സമൃദ്ധ. കണ്ടോ ഉണ്ടാക്കിയത്. ഇത് ഞാൻ ഉണ്ടാക്കിയ രീതികളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് അടച്ചു വെക്കട്ടെ കേട്ടോ. എൻ്റെ ചീരച്ചേമ്പ് നോക്കി ഒരു തുള്ളി ഒഴിച്ചുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കി ഉണ്ടായത്. എന്തോ പച്ചിപ്പും അതിൻ്റെ ഉഷാറും. അത് ഏത് സമയത്താണ് നോക്കണമെങ്കിൽ, ഈ ഭയങ്കരമായ വെയിലുള്ളത്. ഇവിടെ മഴ കിട്ടിയില്ല ആ സമയത്ത്. നോക്കി ഇതിൻ്റെയൊക്കെ വലുപ്പവും ഉഷാറും നോക്ക്. എന്താ ഇതിൻ്റെ തോരനങ്ങ് ഉണ്ടാക്കിയാണ്ടല്ലോ ഒരിടങ്ങായി ചോറുന്ന, വേറെ ഒന്നും വേണ്ട. ഇതിൽ
വൈറ്റാമിൻ്റെ ഒരു കലവറയിലെൻ്റെ വീതിയൊക്കെ അങ്ങ് ഞെട്ടും ഇതാ. അപ്പം നമുക്ക് തുടങ്ങാം. ഞാനെല്ലാം കാണിച്ചു തന്ന് നിങ്ങൾക്ക് ബോധ്യമാവാനാണ് ഇത് ഒഴിച്ചാലുള്ള ഗുണങ്ങൾ. പൈസ കൊടുക്കാത്ത വളമല്ലേ. ഞാൻ ആ വളം ഉണ്ടാക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ലൈവായിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു ചില്ലിക്കാശ് മുടക്കില്ലാതെ ഞാൻ എപ്പോഴും പറയലുണ്ട്. നമ്മളെ മുറ്റത്ത് പരിസരത്ത് നിറയെ പുല്ലുണ്ടാവും, എങ്ങനെയുള്ള പച്ച പുല്ല്. ആ പച്ച പുല്ല് വേരോട് കൂടി ഇങ്ങോട്ട് പറിക്കുക. വള്ളിയും എല്ലാം നിന്നോട്ടെ കേട്ടോ. വേരോട് കൂടെ ഇങ്ങോട്ട് പറിച്ചാൽ ഇതിൽ ധാരാളം നൈട്രജൻ കണ്ടൻറ്റാണ്. നൈട്രജൻ അടങ്ങിയതാണ്. വേരടക്കത്തിന് മണ്ണൊക്കെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പറിച്ചെടുത്തിട്ട് എൻ്റെ ഇടയിൽ വടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വളമാക്കുമ്പോൾ മറ്റേതാ. ഇങ്ങനെ നമ്മൾ പറിച്ചാലുള്ള ഗുണങ്ങളും പറഞ്ഞുതരാം. നമുക്ക് നല്ല വളം കിട്ടി, നമ്മളെ പരിസരമൊക്കെ നല്ല വൃത്തിയായി. നമ്മൾ വീട്ടുകാരും വളം വാങ്ങിത്തരി തന്നെ കഷ്ടപ്പെടുത്തി ഒച്ചുണ്ടാക്കി ഒന്നും വേണ്ട. നമ്മളങ്ങ് വിചാരിച്ചാൽ മതി. എന്താ നമുക്കിതാ പുല്ല് കിട്ടാത്ത സ്ഥലമല്ല. ഇനി പെങ്ങളെ വീട്ടിലൊന്നും പുല്ലില്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് പുല്ലങ്ങ് പറിച്ചോളിയോ എന്ന് വിചാരിക്കുമോ. ഭാഗ്യമോ അല്ല, വൃത്തിയായല്ലോ. ഇങ്ങനെ വൃത്തിയായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പാമ്പ് ചേര എന്തെങ്കിലും വഴുതാരമൊക്കെ ചുരുണ്ട് കിടക്കുന്നത് നമ്മൾ കണ്ടില്ലെങ്കിൽ കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ കടിച്ചാൽ കഴിഞ്ഞില്ലേ കഥ. അപ്പം വൃത്തിയാക്കിയിട്ട വീടും പരിസരവും വൃത്തിയും ആവും. നമുക്കാണെങ്കിൽ നല്ല പവർഫുൾ വളവും കിട്ടും. പിന്നെ പ്രത്യേകമായിട്ട് പറയുന്നത്, നിങ്ങൾ പണിയെടുക്കുമ്പോൾ ഗ്ലൗസ് ഇടണേ. എൻ്റേത് ഞാൻ ചെയ്യും പോലെ ചെയ്യലുണ്ടെന്ന് പറയാത്തവരില്ല. എല്ലാവരും ഞാൻ ചെയ്യുന്നവരാണ്. കാരണം ഞാൻ എൻ്റെ വിളവെടുപ്പും എൻ്റെ പൂക്കളും കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങളങ്ങനെ ചെയ്യുന്നത്, അതുപോലെ ആവാൻ. അപ്പം നിങ്ങൾ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ വാർത്തയെ കേട്ട് കരിയില വാരുമ്പോൾ ഒരു ചെക്കനാന്ന് തോന്നുന്നുണ്ട്, ചെറിയ കുട്ടിയാന്ന് തോന്നുന്നുണ്ട്, പാമ്പ് കടിച്ചു എന്ന്. പിന്നെ എന്താ മരിച്ചു എന്നിട്ട് എന്താന്ന് എനിക്കറിയില്ല. എന്നോട് ഇവിടുന്ന് പ്രത്യേകം പറഞ്ഞ് കരിയില വരാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് അതേപോലെ പറയാണ്, ശ്രദ്ധിക്കണേ, ഗ്ലൗസ് ഇടണേ, നല്ല കണ്ണ് വേണം. അങ്ങനെ അങ്ങ് പറിച്ചെടുക്കുക കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത്ര മതി 2 ആഴ്ചക്ക് ആയി. ഇത്ര മതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. ഇതാ പുല്ല് പറിച്ചു കൊണ്ടുവന്ന് ഇത്രേ വേണ്ടു കേട്ടോ, കൂടുതലൊന്നും വേണ്ട. കൂടുതലുണ്ടെങ്കിലുണ്ടല്ലേ നമുക്ക് കുറേ വളം കിട്ടും, നല്ല തന്നെയാണ്. നമ്മൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. നമുക്ക് ഫ്രഷ് ഒഴിക്കാം. ഇത് 2-3 ആഴ്ചയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെന്താക്കണം അറിയോ, ബക്കറ്റിലേക്ക് കുത്തി നിറക്കുക. ഇങ്ങനെ അങ്ങ് കുത്തി ഒരു ബക്കറ്റ് എടുക്കുക. ബക്കറ്റിൻ്റെ വൃത്തിയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അതൊക്കെ എൻ്റെ കൃഷിക്കാർക്ക് അങ്ങനെയാണ്. മണ്ണുണ്ടാവും, ആ ചാണകം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ വളത്തിൻ്റെ സ്മെല്ല് എന്താ അറിയോ, ഭയങ്കര ചാണകം തന്നെയാണ് മണക്കുന്നത്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് ചാണകം വാങ്ങാനാവുമോ? ഒരു കൊട്ട ചാണകത്തിന് 40 രൂപയാണ്. പക്ഷേ 40 രൂപ ചാണകത്തിന് കൊടുക്കുന്നതിന് പശുക്കളെ പോറ്റുന്നോലും നിങ്ങൾ കഷ്ടപ്പാട് കണ്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കടന്നുറങ്ങുക, പൊലച്ചക്ക് പോവുക. പശുവിനെ പോറ്റുന്നവർ പുല്ലരിയാണ്. പിന്നെ അവർക്ക് 40 രൂപ ചോദിക്കുന്ന ഒരു തെറ്റുമില്ല. അപ്പോൾ നമുക്ക് പൈസ ഇല്ലാത്തവർക്ക് ഇത് അതിനേക്കാൾ ഗുണമേന്മയുള്ളതാണ്. ഇത് ദ്രാവക രൂപത്തിലാണ് നമ്മളാക്കുന്നത്. ദ്രാവക രൂപത്തിലാക്കിയാൽ പെട്ടെന്ന് പിടിച്ചെടുക്കാനാവും വേരുകൾക്ക്. ഖരരൂപമല്ലല്ലോ, ദ്രാവക രൂപമാണല്ലോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇതിന് ധാരാളം നൈട്രജൻ സമൃദ്ധ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താപ്പം നൈട്രജൻ എന്നൊക്കെ പറഞ്ഞാൽ എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ പേര് അറിയാത്തവരുണ്ടാവും. ഈ നൈട്രജൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇലകൾ നല്ല പച്ചിപ്പുണ്ടാവും, നല്ല കരുത്ത് പുഷ്ടിയോടുകൂടി വളരും, നല്ല ആരോഗ്യത്തോടു കൂടി ധാരാളം വേരുകൾ വരും. പിന്നെ ഈ മണ്ണിൽ ബാക്ടീരിയയുടെ അളവ് കൂടും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവക രൂപം. അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ കഴിയും. പിന്നെ പെട്ടെന്ന് പൂവിടാനും കായ്ക്കാനും എല്ലാത്തിനും നല്ല. ചീരക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് പൂവിടില്ലെങ്കിലും ഇല വേഗം ഉണ്ടാവും. അത് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിനാൽ നിറച്ച് ശാഖ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇത് മുങ്ങാൻ മാത്രം വെള്ളം ഒഴിക്കുക. ഞാൻ വെള്ളം കൊണ്ടുവരട്ടെ. വെള്ളമൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്കാണ്. എൻ്റെ പൈപ്പിൽ നിന്ന് ഉറ്റുന്ന വെള്ളം. മുങ്ങാൻ മാത്രം വെള്ളം ഒഴിക്കുക. അല്ലേ, മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇത് തണലത്ത് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം തുറന്നിട്ട്.
പിന്നെന്ന് പറഞ്ഞാൽ ഇതില് ഭയങ്കര സ്മെല്ല് എന്ന് പറഞ്ഞാൽ ചീത്ത സ്മെല്ലാ. അത് നമ്മളെ മേലാകുന്നത് ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ നാളെ തൊട്ട് തുടങ്ങുള്ളൂ ഇത്. അടുത്തുള്ളവരൊക്കെ വിചാരിക്കും ഇതെന്താ ഇവിടെ ഒഴിച്ചത്, അത്രക്കും സ്മെല്ല. എനിക്ക് തന്നെ കമൻറ്റ് വന്നിരുന്നു ഒരാൾ, അടുത്തുള്ളവർക്കൊക്കെ കുടുങ്ങിപ്പോയി ഞാനിങ്ങനെ കളിച്ചൊക്കെ ഉള്ളത്. അപ്പം ഇതിൻ്റെ മുമ്പ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ചോദിക്കും, ഇപ്പോഴും ചോദിക്കാതെ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്നത്. അതാ ഒന്നും കൂടി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എൻ്റെ ആ സ്മെല്ലൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, വെല്ലം, ശർക്കര, വെല്ലം, ആ വെല്ലം ഒന്നിട്ടാൽ മതി. എന്നിട്ട് അങ്ങ് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വളം. ഇതിൻ്റെ കളറ് നോക്ക്, ഇതിൻ്റെ കളറ് കണ്ടില്ലേ. ഇതിൽ നമുക്ക് എന്തൊക്കെ ഇടാന്നറിയോ, ചീമക്കൊന്ന. ഈ ചീമക്കൊന്ന ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വളമായിട്ട് മാറും. മുരിങ്ങൻ്റെ ഇല, ചീരമ്മക്കൊന്നയൊക്കെ നല്ലതാ, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇനിയും പറയാനുള്ളത്, ഇത് ഞാൻ തളിക്കുമ്പോൾ പറഞ്ഞു തരാം. ഞാനിത് കൂട്ടാക്കട്ടെ, കൂട്ടുണ്ടാക്കട്ടെ. പിന്നെ നമ്മൾ വളം ഇടുക, ഇത്രയും നൈട്രജൻ സമൃദ്ധാന്ന് വിചാരിച്ച് ആക്രാന്തം പിടിച്ചിട്ട് ഇത് ഒരു പാട്ട വെള്ളം എടുത്ത് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ചെടി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, നന്നായിട്ട് നേർപ്പിക്കണം, ഡയലൂട്ട് ചെയ്യണം. നമ്മളിതിൽ ചീമക്കൊന്നി, മുരിങ്ങൻ്റെ ഇല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വളമാണെങ്കിൽ ഒരു പാട്ട വെള്ളം ഇങ്ങോട്ട് എടുത്താൽ 15 പാട്ട വെള്ളം ഒഴിക്കണം, നേർപ്പിക്കണം. അല്ലെങ്കിൽ സാധാ പുല്ലാണെങ്കിൽ ഒരു പാട്ട മതി. ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ, കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇതിന് 10 ഇരട്ടി വെള്ളം എടുക്കട്ടെ കേട്ടോ. ഇത് മൂടി വെക്കുക. ഇതൊക്കെ ഇതെൻ്റെ പൊന്ന ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന, ഞാൻ ഡയലൂട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. എൻ്റെ ഇവിടെ തന്നെ ഉണ്ട് വെള്ളം. ഇതാ ഇപ്പം 3 ആയി, 3 നിറയും. 10 അളവ് കൂടി, കണ്ടില്ലേ. ഇതാണ് ഞാൻ ഒരു നുള്ള്, ഒരു പൊടി ഇതാ ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടോ, ഇതൊക്കെ ഉണ്ടായത്, ആളായത്. കുറച്ച് ഒഴിക്കുള്ളൂ. ഒഴിക്കാൻ എപ്പോൾ നല്ല വൈകുന്നേരങ്ങളിലാണ്. ഇവിടെ മഴയൊന്നും കിട്ടിയില്ല കേട്ടോ. എൻ്റെ ചെടികൾ ICUവിൽ വെക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വെച്ച് ആളായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ പുറത്തേക്ക് മാറ്റും. ഇതിൻ്റെ ഇവരെ സമയമൊക്കെ കഴിഞ്ഞ്, ഇവർ വലുതായി. ഇനി ഇവർക്ക് ICU ഒന്നും വേണ്ട. ഞാനത് നനക്കട്ടെ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, പിന്നെ വളം ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ. നൈട്രജൻ സമൃദ്ധമായ വളം ഒരു പൈസ മുടക്കുന്നില്ലല്ലോ. നാളെ തൊട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളിട്ടോ. ചീരക്കൊക്കെ ഇതങ്ങ് ഒഴിച്ചാൽ നോക്കി ഇതൊക്കെ ആയിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. പിന്നെ എനിക്കെന്താ അറിയോ, അങ്ങനെ നട്ട് പിടിപ്പിച്ചാൽ വിളവെടുക്കുന്ന എനിക്ക് സങ്കടമാണ്. പിന്നെ ഇവരെ നോക്കാനാവൂല, സങ്കടമായിട്ട് സ്നേഹം കൂടിപ്പോവുക. ഇങ്ങനെ അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് അതിലൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ. കണ്ടോ, ചുറ്റും പച്ചച്ചീരി, മേലെ ചുവന്ന ചീരി. ഇതിനൊക്കെ പച്ചിപ്പൊന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിയും, ഇതിൻ്റെ പച്ചിപ്പൊക്കെ കണ്ടാൽ ഈ വളത്തിൻ്റെ ഗുണം. ഇല്ലാങ്കണ്ണിക്കൊക്കെ ഞാൻ അത് മാത്രമേ ഒഴിച്ചുള്ളൂ. ഒരു നുള്ളിങ്ങനെ, ഒരു നുള്ളി എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് മതി ഇതിലൊക്കെ. ഇതാ കണ്ടില്ലേ, എന്തോ അല്ല ഇത്ര പ്രാവശ്യം കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ മണ്ണ് തെറിക്കാണ്ടിരിക്കാനും ജീവികളൊന്നും വന്ന് മൂത്രമൊഴിക്കാണ്ടിരിക്കാനും ഒക്കെ നമുക്ക് റാഹത്തിന്. ഇതൊക്കെ ഇന്നലെ കട്ട് ചെയ്തു, ഇന്നലെ കട്ട് ചെയ്ത് എൻ്റെ മൂക്ക് കൊണ്ടു കൊടുത്തതാ, കണ്ടില്ലേ. ഇതിനൊക്കെ ഞാനില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കല്ലോ, അതിൻ്റെ ഉള്ളിൽ. അല്ല പുറത്തേക്ക് പോയിട്ട് കാര്യമല്ലല്ലോ, ഇതൊക്കെ കുഞ്ഞ് പ്രായക്കാരാ. ഇത് നടുമ്പോൾ ഉണ്ടല്ലോ, ഇത് കൂടുമ്പത്തിനൊക്കെയാണ് ഇത് പറിച്ചൊഴിക്കും. കാലിയായപ്പോൾ ഞാൻ നട്ടു കൊടുത്തേന് ചീര. എൻ്റെ കാന്താരി ഉണ്ടായി കണ്ടോ, നോക്ക് കാന്താരി ഉണ്ടായത്. ഇതൊക്കെ പോയി നല്ല. എൻ്റെ മെലസ്റ്റമ പൂവിട്ട് നോക്ക്. ഞാൻ എൻ്റെ മുരട്ട് കൊണ്ടുപോയി കുറച്ച് ഒഴിച്ചു കൊടുക്കൂ. ഇതാ കണ്ടില്ലേ, ഇനി പൂവിടാൻ ബാക്കിയുണ്ടോ എവിടെയെങ്കിലും? നിറയെ പൂവാ. എൻ്റെ ബോഗൺവില്ലേൻ്റെ മുരട്ടൊക്കെ ഞാൻ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാറുണ്ട്. ബോഗൺവില്ല കണ്ടില്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വീഡിയോകളെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ
നാളെ തൊട്ട് തന്നെ നിങ്ങൾ ഈ വളം ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. എന്നാൽ എനിക്ക് ഉണ്ടായ പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും. പണം മുടക്കില്ല, എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീടും പരിസരവും ഒക്കെ വൃത്തിയായി. പിന്നെ നമ്മൾ നടുമ കരിയില കുറേ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒഴിച്ചും കൂടി കഴിഞ്ഞാൽ കെട്ടി ഇങ്ങനെ അവിടെ പോലും നിന്ന് കഴിഞ്ഞാൽ നല്ല ഏസിയിൽ വളരും പോലെ വളർന്ന് നല്ല വളം കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. എല്ലാവരും അസ്സലാമു അലൈക്കും.